അല്ലാതെ ഇന്നുള്ള ഓരോറ്റ ശുശ്രൂഷന്മാരെയും പരിശുദ്ധ ആത്മാവിൽ പ്രാപിച്ച് കൊടുക്കുന്ന ഒരു ശുശ്രൂഷന്മാരെയും കാണാനില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വര അടുത്തിരിക്കുന്ന ഈ സമയത്ത് വ്യക്തമായിട്ട് വിളിച്ചു പറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിയായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കണം. അവിടെ എന്താ പറയുന്നത്? അവർ പത്യോപദേശം പൊറുക്കാതെ. അപ്പൊ പത്യോപദേശം പൊറുക്കുന്നില്ല ആരാണെന്നും കൂടെ മനസ്സിലാക്കണം. പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ. കർണരസം കേൾക്കുന്നവർക്കൊന്ന് കേട്ട് ചിരിക്കാൻ, ഒന്ന് ചിരിക്കണം, എങ്കിലേ അവരിയ്ക്കുന്നുള്ളൂ. അപ്പോ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയാണ്. എവിടെ? ബൈബിൾ കോളേജിൽ. ആ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു വന്ന ശുശ്രൂഷകന്മാരാണ് ഈ പറയി കാണുന്നവല്ല, അല്ലാതെ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആരും പറയുന്നില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും അത് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാണെന്ന് ആരും പറയുന്നില്ല. ഓരോ ബൈബിൾ കോളേജിലും പഠിപ്പിച്ചത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ പോരിക, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുകുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. കാലം വന്നു കഴിഞ്ഞു. ഇന്ന് മോഹം കെട്ടുകഥകളാണ്. അനീഷ് കാവാരത്തിന്റെ ഒരൊറ്റ പ്രസംഗത്തിന് 10,000 പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കർണരസമാകുമാർ. കർണരസം കേൾക്കുന്നവർക്ക് ചിരിക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? അപ്പൊ അങ്ങനെ ലൈക്ക്, അതൊന്നും പ്രയോജനമുള്ളതല്ല, ദൈവത്തിന് പ്രസാദമുള്ളതല്ല. ദൈവത്തിന് പ്രസാദമുണ്ടാകണമെന്നുണ്ടെങ്കിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അപ്പൊ നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്, ഏതു മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യും. സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചേക്കണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്. അവനെ, ആരെ? ക്രിസ്തുവിനെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, അല്ലാതെ ലോകക്കാരനാക്കിയില്ല, ലോകപരമായി പോവുകയില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ സഭകളിലെ